കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കാര്യമായ സ്ഥാനമൊന്നുമില്ലാതിരുന്ന ബി.ജെ.പിക്ക് ഇന്നതല്ല അവസ്ഥ. രണ്ട് മുന്നണികളെ പറ്റി മാത്രം ചർച്ച ചെയ്തിരുന്ന കേരള രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി.ജെ.പിയും എൻ.ഡി.എയും ഉണ്ട്. ഒ രാജഗോപാലിൽ തുടങ്ങി സുരേഷ് ഗോപിയിൽ എത്തി നിൽക്കുന്ന എൻ.ഡി.എയുടെ യാത്ര ഇക്കുറി ലക്ഷ്യമിടുന്നത് ചരിത്രപരമായ മുന്നേറ്റമാണ്. സ്വർണ്ണക്കൊള്ള വിവാദവും ഡാറ്റാ ചോർച്ചയും മറ്റും സൃഷ്ടിച്ച ജനങ്ങൾക്കിടയിലെ ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിനുള്ളിലെ ചേരിപോരുകളും തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നതാണ് ലക്ഷ്യം. കേന്ദ്രത്തിൽ നിന്നുള്ള അകമഴിഞ്ഞ സഹായം കൂടിയാകുമ്പോൾ കേരളം ഇളക്കി മറിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. മാറാത്തത് മാറ്റാനാണ് ഇക്കുറി ബി.ജെ.പി രംഗത്തിറങ്ങുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഇത്തവണ ശ്രദ്ധ കൂടുതൽ മധ്യ കേരളത്തിലാണ്. അതിന് വജ്രായുധമായി കാണുന്നതാകട്ടെ 2020യെയും. എൻ.ഡി.എയുടെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. കൊച്ചിയിൽ രാജീവ് ചന്ദ്രശേഖറിന് കീഴിൽ അന്തിമ ചർച്ചയ്ക്കിരിക്കുമ്പോൾ പ്രധാനമായും മുന്നണിയെ അലട്ടുക സീറ്റ് വിഭജനം എങ്ങനെയായിരിക്കണം എന്ന് തന്നെയാണ്. ഒറ്റയ്ക്ക് നിന്നാലും വോട്ട് പിടിക്കുമെന്നതിനപ്പുറം ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ആളുകൾ അധികമില്ലെന്നിരിക്കെ ഘടകകക്ഷികൾക്ക് എത്ര സീറ്റുകൾ കൊടുക്കണമെന്നതായിരിക്കും ചർച്ച. 30 സീറ്റുകൾ വീതം വേണമെന്നാണ് ബി.ഡി.ജെ.എസും പുതുതായി കൂടെ കൂടിയ 2020യും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഘടകകക്ഷികൾക്ക് ഇത്രയും സീറ്റുകൾ കൊടുക്കുന്നതിനോട് ബി.ജെ.പിയിലെ രണ്ടാം നിര നേതാക്കൾക്ക് താല്പര്യമില്ല. കാരണം തങ്ങൾക്ക് സീറ്റ് കിട്ടില്ല എന്നത് തന്നെ. എൻ.ഡി.എയിലെ മുതിർന്ന നേതാക്കളെല്ലാം മത്സരിച്ചേ തീരുവെന്ന് ബി.ജെ.പി ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളെല്ലാം മത്സരിക്കുന്നുണ്ട്. പക്ഷേ ബി.ഡി.ജെ.എസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും 2020 ചെയർമാൻ സാബു ജേക്കബും മത്സരിക്കാനില്ലെന്നാണ് ബി.ജെ.പി നേതൃത്വത്തെ നേരത്തെ അറിയിച്ചത്. എന്നാൽ ഇരുവരും മത്സരിക്കണമെന്നതാണ് ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകും. സാബു എം ജേക്കബ് തൃപ്പൂണിത്തറയിൽ മത്സരിച്ചാൽ സാധ്യതയുണ്ടെന്നാണ് ബി.ജെ.പിയുടെ സർവേ റിപ്പോർട്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാകും ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പരിഹരിക്കാൻ താനാണ് മുന്നിൽ നിന്നതെന്നാണ് സാബുവിന്റെ വാദം. സാബു മത്സരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ ചേർന്ന അഖിൽമാരാറിനെ ഇറക്കാനാണ് സാധ്യത. ചാലക്കുടി പെരുമ്പാവൂർ സീറ്റുകളിൽ താരപ്രമുഖരെ കളത്തിലിറക്കാനാണ് എൻ.ഡി.എയുടെ തീവ്ര ശ്രമം. മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള പലരെയും സമീപിച്ചെന്നും എന്നാൽ മിക്കവരും ഓഫർ നിരസിച്ചെന്നും അത്ര വിശേഷം. ഒരു മുൻ നായിക നടി, നിലവിൽ നായകവേഷങ്ങൾ ചെയ്യുന്ന നടൻ, മുൻകാല നായകൻ തുടങ്ങിയവർ അടക്കമുള്ളവരെയാണ് എൻ.ഡി.എ സമീപിച്ചത്. താല്പര്യമുള്ളവരെ ബി.ജെ.പി ടിക്കറ്റിലും അല്ലാത്തവരെ 2020 സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്നാണ് വാഗ്ദാനം. കായംകുളവും അരൂരുമാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് സാധ്യതയുള്ളത്. 30 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ ബി.ഡി.ജെ.എസ് മത്സരിച്ചത്. ഇത്തവണ ഇതിൽ കുറവ് വരും. എറണാകുളം ജില്ലയിൽ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി സീറ്റുകൾ 2020 എന്നാണ് ബി.ജെ.പിയിൽ ചർച്ച. ചങ്ങനാശ്ശേരിയിൽ ബി രാധാകൃഷ്ണൻ മേനോൻ, കോട്ടയത്ത് എൻ ഹരി, ലിജിൻലാൽ എന്നിവരുടെ പേരുകളാണുള്ളത്. കടുത്തുരുത്തിയിൽ റെജി ലൂക്കോസിന്റെ പേരും പരിഗണിക്കുന്നു. ബി.ഡി.ജെ.എസിന് ഏറ്റുമാനൂർ സീറ്റ് നൽകിയേക്കും. കൂടെ കൂട്ടിയാൽ മാത്രം പോരാ, ആരെയും പിണക്കാനും പറ്റില്ല. ബി.ഡി.ജെ.എസ് നേരത്തെ മത്സരിച്ച പൂഞ്ഞാറിൽ പി.സി. ജോർജ് മത്സരിക്കുന്നതിനാലാണ് ഈ മാറ്റം. എന്തായാലും 2020യുടെ വരവ് ഇത്തവണ ബി.ജെ.പിക്ക് ഗുണകരമാകുമോ അതോ വേലിയിലിരുന്ന പാമ്പിനെ കഴുത്തിലിട്ട പോലെ ആകുമോ കഥയെന്ന് കണ്ടറിയാം.